ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഡിയൽ മാസ്റ്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ ബോട്ടിൻ്റെ ഒരു പോളി സ്പീക്കർ ഗൈസ്. എന്ന് വെച്ചാൽ നമുക്ക് വെളിയിലൊക്കെ കൊണ്ട് ഇങ്ങനെ തൂക്കിക്കൊണ്ട് ഇളക്കാൻ പറ്റുന്ന ഒരു സ്പീക്കറിൻ്റെ റിവ്യൂ ആയിട്ടാണ് അവസാനം ഇപ്പോഴായിട്ട് ഗൈസ് കൊണ്ടുവന്ന് തന്നിട്ടുള്ള സാധനം നല്ല ചൂടായിട്ട് തന്നെ ഉണ്ട്. എന്തായാലും ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. എന്തായാലും നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് നോക്കണം. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ വീഡിയോ എടുക്കണം വേണ്ടിയിട്ട് കുറച്ച് നേരം നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഇനി ഒട്ടും സമയം കളയേണ്ട ഗൈസ്, നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഇതൊന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ബോക്സ് കുറച്ച് വലുതാണ് ഗൈസ്. ഓക്കെ, എൻ്റെ ടേബിളിനേക്കാൾ പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡ് ആമസോണിൻ്റെ ഇതാണ്. തൽക്കാലം ഞാൻ ബ്ലേഡ് വെച്ച് ഇങ്ങനെ മുറിക്കുകയാണ്. ഓക്കെ ഗൈസ്, അകത്ത് വരുന്നത് ഈ ഒരു രീതിയിൽ കുറേ പേപ്പറാണ്. മാറ്റാം ബില്ല്. ഓക്കെ ഗൈസ്, സ്പീക്കർ ഇതായിരിക്കും. ഓക്കെ ഗൈസ്, പെട്ടി. അപ്പോൾ ഗൈസ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബോക്സ് സെറ്റായി കിട്ടിയിരിക്കണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇതൊന്ന് തള്ളണം. ഇങ്ങനെയാണ് എടുക്കാനുള്ളത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടി സെറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പെട്ടി തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോക്സിലുള്ള സ്പെക്കുകളൊന്ന് നോക്കാം. അല്ല, ബോക്സിൻ്റെ ഒരു ഓവറോൾ ലുക്കൊന്ന് നോക്കാം. ഇവിടെ ആയിട്ട് ഈ ഒരു രീതിക്കാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു പടം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റോൺ 1200 എന്ന് എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡ് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബോട്ടിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ 14 വാട്ടിൻ്റെ RMS കൊടുക്കുന്ന ബോട്ട് സിഗ്നേച്ചർ സൗണ്ടുള്ള സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ IPX7 വാട്ടർ ആൻഡ് സ്പ്ലാഷ് പ്രൂഫ് കൂടെയാണ്. ഇപ്പോഴത്തെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്ത് വരികയാണെങ്കിൽ സ്പീക്കറിൻ്റെ ഒരു പടം, ബോട്ടിൻ്റെ ലോഗോ, പിന്നെ കുറച്ച് സ്പെക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ബാറ്ററി, വോയിസ് അസിസ്റ്റൻറ്റ്, പിന്നെ പ്ലേ ബാക്ക് ടൈം, ടൈപ്പ് C ചാർജിങ്, പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. TWS കണക്ടിവിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒറ്റ ടൈമിൽ തന്നെ 2 സ്പീക്കർ നമുക്കിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരു ഫോണിൽ. പിന്നെ FM aux, ബ്ലൂടൂത്ത്, USB കണക്റ്റിബിലിറ്റി ഉണ്ട്. പിന്നെ ബേസ് റേഡിയേറ്റേഴ്സ്. ഇത്രയൊക്കെയാണ് ബോക്സിൽ കൊടുത്തേക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റേ ബോക്സ് എടുക്കാം. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബ്ലൈഡ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളത് മുറിക്കുകയാണ്. ബോട്ടിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബോക്സ് തുറക്കണത്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വരണമെന്ന് വെച്ചാൽ കുറച്ച് ഇതേപോലത്തെ ഒരു കവർ കിട്ടണുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇത് നോക്കാം. ഈ ഒരു കവറിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങൾ കിട്ടണുണ്ട്. ഇതെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഓക്കെ, ഇത് ഇത്രയും സ്റ്റിക്കർ കിട്ടണുണ്ട്. മാറ്റി വയ്ക്കാം. വാറണ്ടി കാർഡ്, പിന്നെ താങ്ക് യു ബോട്ട്, അങ്ങനെ എന്തോ ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ അല്ല, എന്തോ ഒരു ആഡ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ബോട്ടിൻ്റെ കുറേ, പിന്നെ ഇതേപോലെ കുറേ ഇതാണ് എൻ്റെ യൂസർ മാനുവൽ. അങ്ങനെ കുറേ സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വരണമെന്ന് വെച്ചാൽ ഒരു സ്ട്രാപ്പാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ ഒരു സ്ട്രാപ്പ് തന്നെയാണ് അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം വെച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് മാറ്റാം. പിന്നെ അടുത്തതിൻ്റെ ചാർജിങ് കേബിളാണ്. ഓക്കെ, USB to Type C ആണ് വന്നേക്കണത്. അതും മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ഓക്സ് കേബിളും വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നല്ല ലെങ്ത് ഉണ്ട് ഗൈസ്, രണ്ടും നല്ല ലെങ്ത് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ സ്പീക്കർ ഈ പെട്ടിയിൽ നിന്ന് എടുക്കുന്ന കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. കാര്യം നല്ല സേഫ്റ്റി ഒക്കെ ആയിട്ടാണ് അവർ വെച്ചേക്കണത്. 2 സൈഡ് ഇതേപോലെ തെർമോക്കോളൊക്കെ വെച്ച് നമ്മുടെ സ്പീക്കർ സെറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഈ ഒരു കവർ നമുക്കിതൊന്ന് പതുക്കെ ഇതിൽ നിന്ന് എടുക്കുക.
ഗൈസ് ഇതാണ് നമ്മുടെ സ്പീക്കർ എന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ് ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു ബട്ടൺസിനെയൊക്കെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബട്ടൺ എന്ന് വെച്ചാൽ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു വോയിസ് കൺട്രോൾ എന്ന് വെച്ചാൽ ഫോണിന്റെ വോയിസ് കൺട്രോൾ ഇല്ല, ഈ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് പിന്നെ സിറി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇത് വെച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ പെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്, എന്ന് വെച്ചാൽ TWS ബട്ടൺ ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇതേപോലത്തെ 2 സ്പീക്കർ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഈ ഒരു സ്പീക്കറാണ്, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു സ്പീക്കറാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഫോണിൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ആ ഒരു TWS രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ 2.0 ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പുറത്തെ പ്ലേ പോസ് ബട്ടണാണ് വരുന്നത് ഇതിൻ്റെ താഴെയായിട്ട്. പിന്നെ ഇവിടെ ഒരു മോഡ് ബട്ടൺ ഉണ്ട്, നമുക്ക് ഓക്സ് FM USB അതിലോട്ടൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്ത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വോളിയം കൂട്ടാം പിന്നെ കുറയ്ക്കാം. പിന്നെ ഇതിലൊരു ലോങ് പ്രസ് കൊടുത്ത വോളിയം നമ്മുടെ പാട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ 2 ബട്ടണും ആ സെയിം യൂസാണ്. പിന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ ഈ ഒരു സൈഡ് വരികയാണെങ്കിൽ നമുക്കിതാ ബേസ് റേഡിയേറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സംഭവം ബോട്ടിൻ്റെ ലോഗോ നല്ല എന്ന് വെച്ചാൽ കണ്ണാടി പോലെയാണ് ഗൈസ്, നമുക്ക് നോക്കിയാൽ മുഖമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ ബോട്ടിൻ്റെ ആ ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു സംഭവം കൂടെയാണ്. പിന്നെ നല്ലൊരു ബേസ് റേഡിയേറ്റേഴ്സും കൂടെയാണ് വരുന്നത്, 2 സൈഡും ഉണ്ട് ഗൈസ്. പിന്നെ അടിയിലെന്ന് വെച്ചാൽ ഇതേപോലൊരു സംഭവം വരുന്നുണ്ട്, നമുക്ക് വെച്ചൊക്കെ അതിൻ്റെ സ്പീക്കർ ഇങ്ങനെ വെച്ച് പാട്ടൊക്കെ കേൾക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് സംഭവം. ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഒരു USB പോർട്ട് പിന്നെ ഓക്സ് പോർട്ടുണ്ട്, പിന്നെ ഒരു റീസെറ്റ് ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നും എല്ലാം വെച്ച് നമുക്കത് ഓണാക്കാം ഓഫാക്കാം. പിന്നെ ഒരു ടൈപ്പ് സിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, അടയ്ക്കാം. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് റബ്ബർ സെറ്റാണ്. പിന്നെ ഈ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ക്ലോത്താണ് ഗൈസ്, ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രാപ്പ് ഇടാവുന്നതാണ് ഇങ്ങനെ തന്നെ. അപ്പോൾ നമുക്കിതേപോലെ ഇങ്ങനെ വെച്ച് തൂക്കിക്കൊണ്ട് നമുക്ക് ക്യാരി ചെയ്ത് പാട്ടൊക്കെ ഇടാവുന്നതാണ് ടൂറൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഗൈസ് ഇതെന്തായാലും നമുക്കൊന്ന് ഓണാക്കാം. ഓക്കെ ഗൈസ് ഓണാകുമ്പോൾ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് മോഡിലോട്ടാണ് പോകുന്നത്. ഇവിടെ ആയിട്ട് ഇതാ ഒരു റിങ് രീതിയിൽ ബ്ലൂ ലൈറ്റ് കത്തണുണ്ട്. ഈ ഒരു ഇവിടെ പവർ ബട്ടണിൽ ഒരു ബോട്ടിൻ്റെ ലോഗോ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പുറത്തെ RGB ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ് ഇതേപോലെ നമുക്ക് RGB ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ് നമുക്കിതാ ഈ ഒരു മോഡ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് ലോങ് പ്രസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലൈറ്റ് ഓഫ് ആവുന്നതാണ്. പിന്നെ നമുക്കിതാ ഇതിൽ കുത്തി FM മോഡ് ഇടാം, ബ്ലൂടൂത്ത് മോഡ് അതായി. പിന്നെ ബാക്കിൽ ഇവിടെ നമ്മളിതാ ഓക്സ് കുത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓക്സിലോട്ട് പോകുന്നതാണ്. ഓക്കെ, ഊരിക്കഴിഞ്ഞാൽ തന്നെ ബ്ലൂടൂത്തും ആകും. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കിതിൻ്റെ ആ ഒരു ഔട്ട്ഡോറും പിന്നെ ഇൻഡോറിലും വെച്ചിട്ടുള്ള ആ ഒരു സോങ് പ്ലേ അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് കാണിച്ചു തരാം. Chitarra,
അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൂടെ ഇട്ടേക്കുക. അപ്പോൾ ഗൈസ് ഇതിന് നല്ല വീഡിയോസുമായി ഞാൻ ഇനിയും എത്തും. അതുവരെ ഗീസ് മി അഖിൽ സൈനിങ് ഔട്ട്.